പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രം വെള്ളം കോരി നിറയ്ക്കാനുള്ള പാത്രങ്ങൾ കണ്ട് ഞെട്ടുക. ഇത് കണ്ട് വേദയും ശ്രീജയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിക്രം ദേഷ്യത്തിൽ വേദയെ നോക്കുക. ഇത് കണ്ട വേദ പറയുക, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒത്തിരി വെള്ളം വേണ്ടി വരുമെന്ന്. വലിയ ആളായിക്കൊണ്ട് കോരിയതല്ലേ, ഫുള്ളും നിറച്ചു വെക്ക്. ഇനിയുണ്ട് പാത്രങ്ങൾ, ആദ്യം ഇതിൽ നിറയ്ക്ക്. ഇത് കേട്ട് വിക്രം കിളി പോയി നിൽക്കുക. എന്നിട്ട് പതിയെ പറയുന്നുണ്ട്, വേണ്ടായിരുന്നു, അവള് തന്നെ കോരുമായിരുന്നു. എന്നിട്ട് ദേഷ്യം വന്ന് വേദയോട് പറയുന്നു, എനിക്കറിയാം എനിക്ക് ഇതേ വരുള്ളൂന്ന്. രാവിലെ നിന്നെയും ചൂലുവല്ലേ കണി കണ്ടത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. എന്തിനാടി എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇതിന് ഞാൻ എന്ത് ചെയ്തു എന്നാ? ഞാൻ വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ ചെയ്തോളാം, എന്നോട് മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പറയേ, ഞാൻ കോരിക്കോളാം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ തന്നെ കോരിക്കോളാം. വിക്രം നിറച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം വേദയും ശ്രീജയും അകത്ത് കൊണ്ട് പോവുക. അതിനുശേഷം വീണ്ടും പാത്രങ്ങൾ കൊണ്ട് വെക്കുക. വിക്രം വെള്ളം കോരി ആകെ അവശനായി. ഇത് കണ്ട് വേദ ചോദിക്കുക, എന്താ വെള്ളം കോരാൻ വയ്യേ? എന്തായാലും ഇത്രയും മതി. ഇനിയും നിങ്ങൾ വെള്ളം കോരിയാൽ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. ഇനി നിങ്ങളെയും കൊണ്ട് ആശുപത്രി പോകാനൊന്നും വയ്യ. ആ വെള്ളം കോരുമ്പോഴുള്ള ഊർജ്ജമൊന്നും ഇപ്പോഴില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദച്ചിരിക്കുക. അപ്പോഴേക്കും വിക്രം ഇതേ ദേഷ്യത്തെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് നീ അനുഭവിക്കൂടി, നീ നോക്കിക്കോ. വിക്രമാ പറയുന്നേ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും കമലം പറയുന്നുണ്ട്, മോനെ ചായ എടുക്കട്ടെ? ഇത് കേട്ട് വിക്രം പറയുക, എനിക്കിപ്പം വേണ്ടമ്മേ, ദേഹമെല്ലാം വേദനിച്ച് വയ്യ. ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോവുക. കമലം ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. വിക്രമിന്റെ അവസ്ഥ കണ്ട് വേദ ശ്രീജയോട് പറയുന്നുണ്ട്, വിക്രമിൽ നിന്ന് 8ന്റെ പണിയാ കിട്ടിയത്. എന്തായാലും കണ്ടുപോയത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, അതുകൊണ്ടല്ലേ നമുക്കിത് കാണാൻ പറ്റിയത്. എന്നിട്ട് വേദ അടുക്കളയിൽ പോയ ശേഷം കമലത്തിനോട് പറയുന്നുണ്ട്, അമ്മേ വിക്രമിന് ചായതാ, ഞാൻ കൊണ്ടുകൊടുക്കാം. വെള്ളം കോരി നന്നായി തളർന്നിട്ടുണ്ട്, അതിന്റെ ദേഷ്യം ഇപ്പൊ പോകുമ്പോ കാണാം. ഇത് കേട്ട് കമലം പറയുന്നുണ്ട്, മോളൊന്നും പറയാൻ പോണ്ട, അവന് ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ, അതുകൊണ്ട് ദേഹമൊക്കെ നല്ല വേദന കാണും. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട്. വേദയെ കണ്ടതും വിക്രം പറയുന്നുണ്ട്, എന്റെ കഴുത്തും ദേഹവും ഒക്കെ വേദനിച്ചിട്ട് വയ്യ, കൈ നേരെ പൊക്കാൻ കൂടി പറ്റുന്നില്ല, അത്രമാത്രം വെള്ളവാ നീ കിണറ്റീന്ന് എന്നെ കൊണ്ട് കോരിച്ചത്. ഇത് കേട്ട് വേദ വിക്രമിനെ ചിരിച്ചുകൊണ്ട് നോക്കുക. ഒന്നും പറയുന്നില്ല. അത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം മറന്നുപോയി. എന്താ ഹാപ്പിയായോ? ഇങ്ങനെ പറഞ്ഞ് വിക്രമിനെ കളിയാക്കുക. ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് വേദയെ നോക്കുന്നുണ്ട്. മുഖമെല്ലാം നന്നായി ക്ഷീണിച്ചിരിക്കുക. ഇത് കണ്ട വേദ പറയുന്നുണ്ട്, നിങ്ങൾ കിണറ്റീന്ന് ഇച്ചിരി വെള്ളം കോരിയെന്ന് പറഞ്ഞ് ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് എന്നോട് ചാടിക്കടിക്കാൻ വേണ്ട. അച്ഛൻ രാവിലെ പറമ്പിൽ പോയി ഇതിന്റെ ഇരട്ടി ജോലി ചെയ്തിട്ടാ വരുന്നേ, ഈ വയസ്സിലും. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രായത്തിലും ഇച്ചിരി വെള്ളം കോരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. താടി ഇറങ്ങി ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നും. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എനിക്കറിയാടി നീ എന്റെ നാശം കണ്ടിട്ട് നീ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് എനിക്കറിയാം. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും മോൻ ഒരുപാട് ക്ഷീണിച്ചതല്ലേ. കുടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ചായയിൽ ബൂസ്റ്റ് ഇട്ട് തരട്ടെ, അല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങി തരട്ടെ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് നിന്റെ അച്ഛന് കൊണ്ടു കൊടുക്ക്. നീ കൊണ്ടുതരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ലല്ലോ. ഈ ചായ ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് പോണം, എനിക്ക് വേണ്ട. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ വേറെ ചായയൊന്നുമില്ല, പാലൊക്കെ തീർന്നു, വേണമെങ്കിൽ എടുത്ത് കുടിക്ക്, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെ നീ കൊണ്ടുപോണ്ട, ഞാൻ കുടിച്ചോളാം, നീ ഇവിടുന്ന് ഇറങ്ങി പോയാ മതി. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഓ അപ്പൊ ഞാൻ കൊണ്ടുവന്ന ചായ നിങ്ങൾ കുടിക്കും അല്ലേ? കുറച്ചു മുന്നേ അങ്ങനെ ല്ലോ പറഞ്ഞ്. ഇത് കേട്ട് വിക്രമിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുക, എനിക്ക് ഭ്രാന്ത് പിടിക്കുക, ഇവിടുന്ന് ഇറങ്ങി പോടി വേദാളം. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. വേദ രാവിലെ തന്നെ ഒരുങ്ങുന്നുണ്ട് വീട്ടിലേക്ക് പോകാനായി. വർഷയുടെ ചടങ്ങ് നടക്കുക ഇന്ന്. ഇവിടേക്ക് പോവാനായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. വിക്രം കാപ്പി കുടിക്കാനായിട്ട് അടുക്കളയിൽ വരുന്നുണ്ട്. വേദ സാരിയൊക്കെ ഉടുത്ത് നടിയുടെ മുന്നിൽ നിന്നും ഒരുങ്ങുക. അപ്പോഴേക്കും വിക്രം വേദയെ കാണുന്നുണ്ട്. ഒരു നിമിഷം വിക്രം എല്ലാം മറന്ന് വേദയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ണാടിയിലൂടെ വേദയുടെ മുഖം കണ്ട വിക്രം കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുക. അപ്പോഴേക്കും നന്ദിനി വരുന്ന. ഇത് കണ്ട വിക്രം പെട്ടെന്ന് അവിടെ നിന്ന് പോവുക. ഇത് യാദൃച്ഛികമായി നന്ദിനി കാണുന്നുണ്ട്. ഇത് കണ്ട നന്ദിനി വേദയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് പോവുക. വേദയെ അടിമുടി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ട് പോവാനാ ഒരുങ്ങി കെട്ടുന്നേ? ആരുടെയെങ്കിലും കല്യാണത്തിന് പോവാണോ? നന്ദിനിയെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, ഇന്ന് വർഷേച്ചിയുടെ 7ാം മാസം ചടങ്ങാ. വീട്ടിൽ നിന്നും എല്ലാവരും വർഷേച്ചിയുടെ വീട്ടിലോട്ട് പോവുക. ദശ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങോട്ടാ പോകുന്നേ. ഇത് കേട്ട്
നന്ദിനി പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ഓടിച്ചെന്നാ മതി, നിന്നെ അവരെ സ്വീകരിക്കാതിരിക്കുവല്ലേ. എടി, നീ എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ? എത്ര പ്രാവശ്യം നിന്റെ വീട്ടുകാർ ഇവിടെ വന്നു നിന്നെ വിളിക്കാനായിട്ട്, എന്നിട്ട് നീ അവരെ കൂടെ പോയോ? അവരെ നാണം കെടുത്തിയല്ലേ വിട്ടത്? അങ്ങനെയുള്ള നിന്നെ നീ അങ്ങോട്ട് പോകുമ്പത്തേനും നിന്നെ സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നാണോ നീ വിചാരിക്കുന്നത്? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നതല്ലേ? എന്നിട്ട് നിനക്ക് നാണോ ഇല്ലേ വീണ്ടും അങ്ങോട്ട് തന്നെ കയറി പോവാൻ? നന്ദിനി പറയുന്നത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ ബന്ധങ്ങളൊന്നും അറുത്തുമുറിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. എന്നെ താലി കെട്ടിയ ആളുടെ വീട്ടിലേക്കാ. അവിടെയാ ഞാൻ താമസിക്കുന്നത്. എന്റെ വീട് ഉപേക്ഷിച്ചോ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടോ അല്ല. അവരെന്നും എന്റെ പ്രിയപ്പെട്ടവർ തന്നെയാ. അവരൊക്കെ എന്റെ ജീവനാ. അവരൊക്കെ എന്നും എന്റെ കൂടെ വേണം. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, നിനക്ക് നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി? എന്റെ വീട്ടുകാർ വരുമ്പോൾ നീ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറ്. ഈ വീട്ടുകാരുടെ ഒപ്പം നിന്ന് അവരെ കുറ്റപ്പെടുത്തുവല്ലേ നീ ചെയ്യാറ്? ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട്. നന്ദിനി ഉടനെ ഹർഷിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേദ അങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുവാ ഹർഷിയുടെ 7ാം മാസം ചടങ്ങിന്. ഇതിന് നിനക്ക് സമ്മതമാണോ? വേദ വരുന്നതിൽ നിനക്ക് ഒരു പ്രശ്നവും ഇല്ലേ? ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ ശ്രീയേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് വർഷ ഫോൺ കട്ട് ചെയ്യുക. ഇത് കേട്ട് നന്ദിനി ഇരിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇല്ലെങ്കിൽ നീ ഈ വീടിന് പുറത്ത്, ഇല്ലെങ്കിൽ നിന്റെ വീടിന് പുറത്ത്. എന്തായാലും നോക്കാം. ശ്രീയോട് നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വർഷ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തിൽ ശങ്കരനാരായണനോട് പറയുന്നുണ്ട്, അച്ഛാ, അവൾ ഇങ്ങോട്ട് വരാനായിട്ട് ഒരുങ്ങുവാണെന്ന്. അവളെ കൊണ്ടുപോകണമെന്നാണോ അച്ഛനും പറയുന്നേ? അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് എന്താ ഒരു വില? അവളെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് നമ്മളൊക്കെ അതിന് കൂട്ടി നിൽക്കണോ? അത് അനുവദിച്ചുകൂടാ. ഏതെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. മുത്തശ്ശിയായിരിക്കും അവളോട് വിളിച്ചത് പറഞ്ഞത്. ഇത് കേട്ട് മുത്തശ്ശി അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴേക്കും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അമ്മേ, എന്ത് പറഞ്ഞാലും ഏതേ വർഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് അമ്മ തന്നെ വിളിച്ച് പറയണം. അത് ശരിയാവില്ല അമ്മേ. അവള് മനസ്സിലാക്കട്ടെ കുടുംബത്തിന്റെ വില എന്താണെന്ന്. അവൾക്ക് സങ്കടം വന്നേക്കാം. എനിക്കതൊന്നും പ്രശ്നമല്ല. കാരണം അതിനേക്കാൾ 100 മടങ്ങ് സങ്കടം എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. അവളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരട്ടെ, സ്നേഹത്തോടെ അവളെ സ്വീകരിക്കും. പക്ഷേ അവളെ ഈ ചടങ്ങിന് പങ്കെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിന് എത്രയും വാശി വേണോ? ഇത് കേൾക്കുമ്പോ മോള് ഒത്തിരി വിഷമിക്കും. ഞാൻ എങ്ങനെയാ വിളിച്ചു പറയുന്നത്? ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മടിയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പറഞ്ഞോളാം. അപ്പോഴേക്കും മുത്തശ്ശി വേദയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വർഷയുടെ വീട്ടിലേക്ക് മോള് വരണ്ട. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ വരണ്ടേ? ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി പുറകെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട മോളെ, മോള് വരുന്നത് ഇവിടെ അച്ഛനും ചേട്ടനും ആർക്കും ഇഷ്ടമല്ല. ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം വേണ്ട. ഇത് കേട്ട് വേദ ആകെ വിഷമിച്ച് നിൽക്കുക. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഇത് വെറുമൊരു ചടങ്ങല്ലേ. മോളോടുള്ള ദേഷ്യം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാ ഞങ്ങൾ പോയിട്ട് വരാമോ? എന്നിട്ട് മുത്തശ്ശി വിളിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക. ഇത് കേട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേദ കരയുക. ഇത് കണ്ട് സന്തോഷിച്ച് നിൽക്കുവാ നന്ദിനി. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എടി, നിന്റെ അച്ഛനും വീട്ടുകാരും നിന്നെ നട തള്ളിക്കഴിഞ്ഞു. അവർക്കിനി നിന്നെ വേണ്ട. ഇപ്പോൾ അവർക്ക് നീ ആരുമല്ല. അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അവര് ഉറപ്പായിട്ടും കൊണ്ടുപോയേനെ. സത്യം പറഞ്ഞാൽ നിന്നെ അവർക്ക് വേണ്ട. നീ എങ്ങനെ ജീവിച്ചാലും അവർക്ക് ഒന്നുമില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം നിൽക്കുക. ഇത് കേട്ട് വിക്രമിന്റെ മനസ്സ് പിടയുന്നുണ്ട്. സങ്കടത്തോടെ വേദയെ നോക്കുക. ഇത് കണ്ട നന്ദിനി വിക്രമിനോട് പറയുന്നുണ്ടേ, നീ ഇത് കണ്ടില്ലേടാ, ഇവള് രാവിലെ ഒരുങ്ങിക്കെട്ടി വീട്ടിലോട്ട് പോവാൻ നിൽക്കുമായിരുന്നു. വർഷയുടെ 7ാം മാസം ചടങ്ങിന്. ഇവളെ മുത്തശ്ശി വിളിച്ച് പറഞ്ഞു, ഇവളോട് അങ്ങോട്ട് പോണ്ട. ഇവളെ എവിടെ ആർക്കും വേണ്ടടാ. ഈ വീട്ടിലും ആർക്കും വേണ്ട. നിനക്ക് പോലും ഇവളെ ഇഷ്ടമല്ല. ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട്. വേദ കരഞ്ഞുകൊണ്ട് കണ്ണീര് തുടയ്ക്കുക. ഇത് കണ്ട വിക്രം വേദയുടെ അടുത്തോക്കി വരുന്നുണ്ട്. വേദ വിക്രമിനെ നോക്കിയ ശേഷം വിക്രമിന്റെ റൂമിലോട്ട് ഓടി പോകുന്നുണ്ട്. വിക്രമിന്റെ കട്ടിലിൽ പോയിരിക്കുക. ഇത് കണ്ട വിക്രം വിഷമത്തോടെ വേദയുടെ അരികിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ വീട്ടിലോട്ട് പോകണോ? ഈ വീട് ഉപേക്ഷിച്ച് നീ പോയാൽ അവര് നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കും. എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കും. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിടട്ടെ? വിക്രം സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് കേട്ട വേദ പൊട്ടി പൊട്ടി കരയുക. എന്നിട്ട് വിക്രമിനെ തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടും. എന്നോടൊന്നും പറയാൻ എന്റെ മനസ്സും ശരീരവും തളർന്നിരിക്കുക. ഞാൻ അവരുടെ ആരും ഒന്നും അല്ലാതായി. എനിക്കിപ്പോ ആരുമില്ല. എന്നെ സ്നേഹിക്കാനോ എന്നെ മനസ്സിലാക്കാനോ ആരുമില്ല. ഇത്രയും പറഞ്ഞ് വേദ പൊട്ടിപ്പൊട്ടിക്കാരെ. ഇത് കേട്ട വിക്രം ഇന്നൊക്കെ അങ്ങ് നിറയുന്നുണ്ട്. വേദയുടെ അരികിൽ പോയിരിക്കും. എന്നിട്ട് വേദയുടെ കയ്യിൽ പിടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതാപത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അത് ഞാൻ തരുന്ന വാക്ക്.